പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് സ്തുതി. നാം എല്ലാവരുടെ മേലും അവിടുത്തെ കരുണയും മനസ്സലിവും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. മനുഷ്യൻ സാധാരണ കുറവുള്ളതിനെ സ്നേഹിക്കില്ല. നമ്മൾ പുതിയൊരു സ്കൂളിൽ ചെന്ന് ജോയിൻ ചെയ്തു, അല്ലെ പുതിയൊരു ജോലി സ്ഥലത്ത് ചെന്നു, അല്ലെ പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ ചെന്നു, പുതിയൊരു താമസ സ്ഥലത്ത് ചെന്നു, അല്ലെ പുതിയൊരു ദേശത്ത് ചെന്നു, അവിടെ നമ്മൾ നോക്കുന്ന എന്താണ്? നമുക്ക് കൂട്ടുകൂടാൻ പറ്റിയ നമ്മുടെ സെയിം സ്റ്റാറ്റസിലുള്ള ആളുകളെ നമ്മൾ പരതും. നമ്മളെക്കാൾ കുറവുള്ളവരെ കൂടെ കൂട്ടാൻ നമ്മൾ സാധാരണ താല്പര്യപ്പെടാറില്ല, മുൻകൈ എടുക്കാറില്ല. അങ്ങനെ ആരെങ്കിലും അബദ്ധവശാൽ നമ്മുടെ കമ്പനിയിൽ വന്നു പെട്ടാൽ അവരെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കും. ബൗദ്ധികമായിട്ടോ ആത്മീകമായിട്ടോ സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ ഏത് തരത്തിലാണെങ്കിലും കുറവുകളുള്ളവരെ നമ്മൾ അംഗീകരിക്കുന്നില്ല, നമ്മൾ സ്വീകരിക്കുന്നില്ല. മനുഷ്യന്റെ സ്നേഹത്തിന് അപ്രകാരം ഒരു കുഴപ്പമുണ്ട്. കുറവുള്ളതിനെ സ്വീകരിക്കുന്നില്ല, കുറവുള്ളതിനെ സ്നേഹിക്കുന്നില്ല. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ചെല്ലുകയാണ്. ഒരു പരസ്യത്തിൽ കാണുന്ന കുഞ്ഞിനെ പോലെ, പാവയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി നല്ല വേഷമൊക്കെ കെട്ടി ഓടി, എല്ലാവർക്കും ആ കുഞ്ഞിനെ വിഷ് ചെയ്യാൻ കാണും, ഒരു ചക്കരയുമ്മ കൊടുക്കാൻ കാണും, കെട്ടിപ്പിടിക്കണമെന്ന് തോന്നും, എന്റെ മാതാപിതാക്കളെ അഭിനന്ദിക്കണമെന്ന് തോന്നും. അതേസമയം ഒരു മന്ദബുദ്ധിയായ കൊച്ചത് വഴി നടന്നു വന്നാൽ ആരും തിരക്കത്തില്ല അതിന്റെ മാതാപിതാക്കൾ ആരാണ് അപ്രീഷിയേറ്റ് ചെയ്യാം. മൂക്കട്ടയൊക്കെ ഒലിപ്പിച്ച്, മൂക്കളെയൊക്കെ ഒലിപ്പിച്ച്, കീറിയ കാച്ചട്ട ബട്ടൺ പോയത് ഊർന്നു പോകുന്നു, കൈ പിടിച്ചിങ്ങനെ ഒരനിയത്തി കുട്ടിയായിട്ട്. അത് കുഞ്ഞുങ്ങളല്ലേ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവരോടൊരു വാത്സല്യം തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മറ്റേ കുഞ്ഞിനോട് ആ തോന്നലുണ്ടാകാത്തത്? അതാണ് മനുഷ്യ സ്നേഹം. ആ മനുഷ്യൻ ഒരിക്കലും ദൈവസ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. ആ ദൈവസ്നേഹത്തെ മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നവരുടെ ലൈവ് വീഡിയോകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. അവർ ധ്യാനഗുരുക്കന്മാരായിരിക്കാം, വന്യരായിരിക്കാം, ബഹുമാന്യരായിരിക്കാം, പ്രസിദ്ധരായിരിക്കാം, പ്രശസ്തരായിരിക്കാം. പക്ഷേ they fail to comprehend the love of God. മനുഷ്യന് ഒരു പരിമിതിയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ സ്നേഹത്തിന് അളവില്ല, അതിരില്ല, പരിധിയില്ല, പരിമിതിയില്ല. അപ്പൊ അളവുകളും അതിരുകളും പരിധികളും പരിമിതികളും ഇല്ലാത്ത ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ സ്നേഹമാണ് ഗ്ലോറിയസ് ഗോസ്പൽ പ്രസംഗിക്കുന്നത്. ആ സ്നേഹത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. ദൈവം സ്നേഹമാകുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും കരുതുന്ന, എല്ലാവരെയും അനുഗ്രഹിക്കുന്ന, ദുഷ്ടന്മാരെയും നീതിമാന്മാരെയും ഒരുപോലെ കാണുന്ന, അവന് മുഖപക്ഷമില്ല. ബൈബിൾ വ്യക്തമായി പറയും. മുഖപക്ഷമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഈ ദൈവത്തിന്റെ സ്നേഹത്തോട് പൊരുത്തപ്പെടുന്ന ഒരു ഉപദേശമല്ല ഈ നരക സിദ്ധാന്തം എന്നുള്ളത്. അത് ജാതീയമാണ്. നരകമുണ്ട് എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കുന്ന പ്രിയപ്പെട്ടവരെ, നൂറുകണക്കിന് മെസ്സേജാണ് ഓരോ ദിവസവും കിട്ടുന്നത്. ആ പ്രിയപ്പെട്ടവർ എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എനിക്കെന്തോ തെറ്റുപറ്റി, കുറ്റം പറ്റി, കുഴപ്പമായി പോയി, അതുകൊണ്ട് എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നു, എന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിന്റെ റെഫറൻസ് സഹിതം എനിക്ക് മെസ്സേജ് അയക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 1, നരകം ആരാണ് സൃഷ്ടിച്ചത്? ചോദ്യം നമ്പർ 1.
നരകം ആരാണ് സൃഷ്ടിച്ചത്? നരകവാദികൾ ഉത്തരം പറയുക. നരകം ആരാണ് സൃഷ്ടിച്ചത്? ദൈവമാണോ അല്ലയോ? ദൈവം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമല്ലാതെ മറ്റൊരു സൃഷ്ടാവുണ്ടോ എന്ന ചോദ്യത്തിന് നിങ്ങൾ അനുബന്ധമായി ഉത്തരം തരണം. ദൈവം മാത്രമാണ് സൃഷ്ടാവ് എന്നാണോ? അപ്പൊ ദൈവം അല്ലാതെ ദൈവത്തിന് ഇതരമായി, ദൈവേതരമായി, ദൈവസൃഷ്ടിക്ക് ഇതരമായി സൃഷ്ടി നടത്താൻ ആർക്കാണ് അധികാരമുള്ളത്? ആ വ്യക്തിയുടെ പേര് നെയിം ചെയ്യണം. 3, നരകം ആർക്കു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്? 4, നരകം എന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്? 5, നരകത്തിന്റെ സ്വഭാവം എന്താണ്? 6, ആരാണ് നരകത്തിൽ പോകുന്നത്? ആരെയാണ് അയക്കുന്നത്? 7, നരകത്തിന്റെ നടത്തിപ്പിന്റെ ചുമതല ആർക്കാണ്? ഇത്തരം കാര്യങ്ങൾ 7. ഇതിന് ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. ആളുകളുടെ ഈ തെറ്റായ സുവിശേഷം പ്രചരിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഈ മോർണിംഗ് ലൈവിൽ എനിക്ക് പറയേണ്ടി വന്നത്. ഒരു കാര്യം മാത്രം ഈ പ്രഭാതത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം മുഖപക്ഷമില്ലാത്ത സ്നേഹമാണ്. 1, കുറവുള്ളതിനെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. 2, ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. 3, ദൈവത്തിന്റെ സ്വഭാവം ഒരിക്കലും മാറുകയില്ലാത്തതാണ്. ഞാൻ ഷിബു പീഡിയക്കൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.